she was studying in a private medical college. So all the private medical college, whose responsibility? How they came out in the night at 12:30? ഒരു സ്ത്രീ ആയിരുന്നു കൊണ്ട് എങ്ങനെ മമതാ ബാനർജിക്ക് താൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് കൂട്ടബലാത്സംഗത്തിനിരയായ ഒരു MBBS വിദ്യാർത്ഥിനിയെ ഇങ്ങനെ ക്രൂരമായി അപമാനിക്കാൻ സാധിക്കുന്നു എന്നാകും നിങ്ങളിപ്പോൾ കരുതുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടി രാത്രി 12:30-ക്ക് എന്തിന് ഹോസ്റ്റലിന് പുറത്തിറങ്ങി എന്ന് ചോദിക്കുന്ന മമതയുടെ ഈ വാക്കുകൾ രാത്രി പുറത്തിറങ്ങുന്ന സ്ത്രീകൾ തന്നെയാണ് ബലാത്സംഗങ്ങൾക്ക് കാരണമെന്ന ഡൽഹി കൂട്ടബലാത്സംഗ കേസ് പ്രതിയുടെ കുപ്രസിദ്ധമായ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം കൊൽക്കത്തയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ക്രൂരമായ ബലാത്സംഗ കൊലയുടെ ഘട്ടത്തിലും തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അതിജീവിതയ്ക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാൻ രംഗത്തു വന്നിരുന്നു. ഈ വർഷം കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിയെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ക്യാമ്പസിനുള്ളിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയപ്പോഴും സ്ലട്ട് ഷെയ്മിംഗ് കമന്റുകൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു. അന്നൊന്നും ആ അതിജീവിതകളെ അപമാനിച്ച നേതാക്കൾക്കെതിരെ ഒരു വാക്കുമിണ്ടാൻ സ്ത്രീ കൂടിയായ ബംഗാൾ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇപ്പോൾ മമതാ ബാനർജി തന്നെ നേരിട്ട് അതിജീവിതയെ സ്ലട്ട് ഷെയ്മിംഗ് നടത്തുമ്പോൾ വ്യക്തമാകുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ്.